Hello all, welcome to SC NEET Academy. SC NEET അക്കാഡമിയുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ചിൻ്റെ ഫസ്റ്റ് വീഡിയോയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഓറിയൻറ്റേഷൻ സെഷൻ നിങ്ങളൊക്കെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടി പറയുന്നതായിരിക്കും. ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഇന്നത്തെ ടോപ്പിക് ആണ് ട്രിഗ്നോമെട്രി, പിന്നെ ആംഗിൾ ആൻഡ് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഓഫ് ആംഗിൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇനി ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പോകുന്നത്. ആസ് എ ടീച്ചർ, വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം യു ടു ഡു ഈസ് ഫസ്റ്റ് ലെക്ചർ അറ്റൻഡ് ചെയ്യുക. അറ്റൻറ്റീവായിട്ട് മൾട്ടി ടാസ്കിംഗ് ഒന്നും ചെയ്യാതെ ഐ എക്സ്പെക്ട് യു ടു വാച്ച് ദ ലെക്ചേഴ്സ് പ്രോപ്പർലി. പിന്നെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും, അത് റിവൈസ് ചെയ്യുക. പിന്നീട് ഞാൻ കൊടുക്കുന്ന ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷൻ കാണാതെ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ഞാൻ പ്രിൻസിപ്പലി ഐ വോണ്ട് യു ടു ഡു. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഞാൻ കുറച്ച് മൊഡ്യൂൾസിൻ്റെ, അതായത് SC NEET അക്കാഡമിയുടെ ബുക്കിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്ര നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ലെവൽ ബേസിക്കിൽ നിന്ന് ഹൈ ലെവലിലോട്ട് നിങ്ങളുടെ എത്തുന്നതായിരിക്കും. അതായത് പ്രോപ്പർലി പറഞ്ഞാൽ 0 to ഹീറോ ലെവൽ വരെ നിങ്ങൾ എത്തുന്നതായിരിക്കും. ആസ് എ ടീച്ചർ, ഓൾ ഐ വോണ്ട് യു ടു ഡു ഈസ് ദീസ് തിങ്സ്. ഇത്ര നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നീറ്റ് ഫിസിക്സിൽ 180ൽ സുഖമായിട്ട് 140+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ വേറൊരു ഡൗട്ടിലോട്ട് നമുക്ക് കിടക്കാം, അതായത് NCERT. സാറേ, ഞാൻ NCERT പഠിക്കണോ? അതിന് എൻ്റെ ഉത്തരമാണ് നോ. ഞാൻ നിങ്ങൾക്ക് NCERT പഠിക്കാൻ ഞാൻ പഠിപ്പിക്കാം. യു നീഡ് നോട്ട് സ്റ്റഡി NCERT ഫോർ ഫിസിക്സ് ആൻഡ് ബയോളജി ആൻഡ് കെമിസ്ട്രിക്കും ഞാൻ പറയാം അടുത്ത വീഡിയോസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ബിക്കോസ് യു നോ നീറ്റ് കെമിസ്ട്രിയിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അതായിരുന്നു നിങ്ങളുടെ നെക്സ്റ്റ് ഡൗട്ട്, അതും ക്ലിയർ ആയി. ഇനി നമ്മൾ ബേസിക് മാത്സ് ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ബേസിക് മാത്സ്? ബേസിക് മാത്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. അതായത് ഫിസിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിൻ്റെ യൂസാണ് ചെയ്യാം. അതായത് ഫിസിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്സിൻ്റെ വഴിയെ, അതായത് ത്രൂ മാത്തമാറ്റിക്സ് വി എക്സ്പ്ലെയിൻ ഫിസിക്സ്. Therefore basic maths is the language of physics. Okay, what to study in basic maths? Okay, trigonometry, algebra, binomial expression, AP, GP, logarithm, graph, differentiation and integration. Trigonometry ഞാൻ അടുത്ത 2 ലെക്ചറിലായിരിക്കും പഠിപ്പിക്കുക. algebra and binomial theory ഒരു ലെക്ചറിലും, AP, GP and logarithm in 1 lecture, graph ഒരു ലെക്ചർ, പിന്നെ ഡിഫറൻസിയേഷൻ 2 ലെക്ചർ ആൻഡ് ഇൻറ്റിഗ്രേഷൻ ഇൻ 1 ലെക്ചർ, ആൻഡ് വെക്ടർ അത് ഞാൻ വേറൊരു ചാപ്റ്റർ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രി. എന്താണ് ട്രിഗ്നോമെട്രി? ട്രിഗ്നോമെട്രി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ആംഗിൾസ് ഓഫ് എ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ദെയർ മെഷർമെൻറ്റ്. ട്രിഗ്നോ എന്ന് വെച്ചാൽ തന്നെ ട്രൈ എന്ന് വെച്ചാൽ 3 എന്നാണ് അർത്ഥം. മെട്രി എന്ന് വെച്ചാൽ മെഷർമെൻറ്റ്. ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിനെ കുറിച്ചിട്ടും ആ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചിട്ടും പഠിക്കുന്നതിനാണ് ട്രിഗ്നോമെട്രി എന്ന് പറയുക. ഇനി നിങ്ങൾ ചോദിക്കും, സ്റ്റഡി ഓഫ് ആംഗിൾസോ? അപ്പോൾ ആംഗിൾ എന്താണ് സാറേ എന്ന്. ആംഗിൾ എന്ന് വെച്ചാൽ ഞാൻ 2 സ്ട്രെയിറ്റ് ലൈനിനെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ 2 സ്ട്രെയിറ്റ് ലൈനും ഒരു പോയിൻ്റ് വെച്ച് മീറ്റ് ചെയ്യും. ആ പോയിൻ്റ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിളും വെച്ച് ഉണ്ടാക്കുന്ന അതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുക. ഇറ്റ് ഫോംസ് വെൻ 2 സ്ട്രെയിറ്റ് ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് ഗീവ്സ് അസ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ. അതായത് ഞാൻ 2 സ്ട്രെയിറ്റ് ലൈന് വരച്ചു, എന്നിട്ട് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഈ പോയിന്റ് വരെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. ഞാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യുക. നമ്മൾ ഈ സ്കെയിൽ എടുത്താൽ സ്കെയിലിൽ ഒരു നമ്പർ 0 ഉണ്ടാകും. അതാണ് ഒരു
കൺവെൻഷൻ, അതായത് നമ്മളൊരു നമ്പർ സ്കെയിൽ എടുത്താൽ അതിൽ 0 ആണ് സ്റ്റാൻഡേർഡ്. 0ൻ്റെ റൈറ്റ് സൈഡൊക്കെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡൊക്കെ നെഗറ്റീവും ആണല്ലോ. അതേപോലെ 2 ലൈൻസിൻ്റെ നടുവിലുള്ള ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ്, അതായത് ഒരു ക്ലോക്ക് ഇങ്ങനെയാണല്ലോ ക്ലോക്ക് കറങ്ങുക, അതിനെ ക്ലോക്ക് വൈസ് എന്നും ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുമാണ് പറയുന്നത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവായി നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ. ക്ലോക്ക് വൈസ് ആണ് നമ്മൾ നെഗറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ആംഗിളിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത നമ്മൾ ടോപ്പിക്കിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതാണ് ആൽജിബ്രൈക് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സോ തീറ്റ എന്നാണ് നമ്മൾ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുക. സോ അതായത് ആ ആംഗിളിൽ തീറ്റ 30 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മളതിനെ ആൽജിബ്രൈക് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സൈൻ 30 ഡിഗ്രി, സൈൻ 60, സൈൻ 90, കോസ് 90 ഇതൊക്കെയാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് വെറും ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, അതിനെയൊക്കെ 72 ഡിഗ്രി, ഇതൊക്കെയാണ് അൾജിബ്രൈക് ഫംഗ്ഷൻസ് എന്നും സൈൻ കോസ് ഒക്കെയുള്ള ഫംഗ്ഷൻസിനാണ് ടാനും കൂടിയുള്ളതിനാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. സോ നിങ്ങൾ തീറ്റയുടെ ഫോർമുല, അതായത് ആംഗിളിൻ്റെ ഫോർമുലയാണ്, അതായത് ഒരു സർക്കിൾ വരച്ചാൽ സോ തീറ്റ ഇതാണ് ആംഗിൾ. സോ ആംഗിൾ എന്ന് വെച്ചാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ഇതാണ് ആംഗിളിൻ്റെ ഫോർമുല. ഓക്കെ, സോ തീറ്റ എന്ന് വെച്ചാൽ ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ ആർക്ക് ലെങ്ത് എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഞാൻ ഈ ബോക്സിൽ ചെയ്തതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇനി ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഫീല് കൊടുക്കാൻ പോവുക, അതായത് കൺസെപ്റ്റ് നിങ്ങൾ ഫീല് ചെയ്യാൻ പോവുക തീറ്റയെ കുറിച്ചിട്ട്. സോ ഇതാണ് ഒരു സർക്കിൾ, ഇത് അതിന് ഉള്ളൊരു കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയും, അതായത് സെൻറ്റർ സെയിം ഉള്ള സർക്കിളിനെയാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയാം. സോ ഇതാണ് R1 ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ്, R2 ആണ് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആൻഡ് R1 ആണ് ഈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, സോ നിങ്ങൾ ഈ ആർക്ക് ലെന്ത് എടുത്താൽ S1 ആണ് ചെറിയ സർക്കിളിൻ്റെ ആർക്ക് ലെന്ത് ആൻഡ് S2 ആണ് വലിയ സർക്കിളിൻ്റെ ആർക്ക് ലെന്ത്. സോ തീറ്റ നിങ്ങൾ എടുത്താൽ ആദ്യത്തെ സർക്കിളിൽ S1 ബൈ R1 ആണ് തീറ്റ 1, അതായത് തീറ്റ 1 തന്നെയാണ് തീറ്റ 2ഉം കൂടി. സോ ആൻഡ് സെക്കൻഡ് സർക്കിൾ നിങ്ങൾ എടുത്താൽ S2 ബൈ R2 ആണ് രണ്ടാമത്തെ സർക്കിളിൻ്റെ ആംഗിൾ വരിക. സോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും R കൂടുന്തോറും തന്നെ, അതായത് R2 ഈസ് ഗ്രേറ്റർ ദാൻ R1 ആൻഡ് S2 ഈസ് ഗ്രേറ്റർ ദാൻ S1. സോ അതുകൊണ്ട് തന്നെ തീറ്റ രണ്ടിലും സെയിം ആയിരിക്കും. കാരണം ആദ്യത്തെ കേസിൽ തീറ്റ എന്ന് വെച്ചാൽ S1 ബൈ R1 ആണ് ആൻഡ് രണ്ടാമത്തെ ഇതിൽ നോക്കിയാൽ തീറ്റ എന്നുള്ളത് S2 ബൈ R2 ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആർക്ക് ലെന്ത് കൂടിയാൽ റേഡിയസും കൂടും. സോ അതുകൊണ്ട് തന്നെ തീറ്റ രണ്ട് കേസിലും സിമിലർ ആയിരിക്കും. അതാണ് ഈ ആംഗിൾ എന്ന് വെച്ചാൽ. അതായത് ഒരാൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് വരെ ഈ സർക്കിളിൽ ട്രാവൽ ചെയ്താൽ ആ രണ്ട് പോയിന്റും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസും ഒക്കെ നമ്മൾ നോക്കിയാൽ നമുക്കൊരു ആംഗിൾ കിട്ടും. സോ അതേ പേഴ്സൺ വേറൊരു സർക്കിളിൽ കുറച്ച് വലിയ ഒരു ആർക്ക് ലെന്ത് ട്രാവൽ ചെയ്താലും തീറ്റ മാറുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഒന്നിച്ച് തന്നെ ലെങ്ത്തിൻ്റെ ഒന്നിച്ച് തന്നെ റേഡിയസും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ആംഗിളിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ആ ആംഗിളിൻ്റെ യൂണിറ്റിനെ കുറിച്ച് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ യൂണിറ്റ്സ് ഓഫ് ആംഗിൾസ് ആണ് പറയാൻ പോകുന്നത്. സോ SI യൂണിറ്റ് ഓഫ് ആൻ ആംഗിൾ ആണ് റേഡിയൻ. പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് ഡിഗ്രി, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. സോ SI യൂണിറ്റ് റേഡിയൻ ആൻഡ്
പ്രാക്ടിക്കൽ യൂണിറ്റ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. ഇതാണ് ഒരു ബേസിക് റിലേഷൻ ഡിഗ്രി ആൻഡ് റേഡിയൻ തമ്മിലുള്ളത്. സോ ഇത് കട്ട് ചെയ്താൽ 2ഉം 180യും കട്ടാവും. സോ 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു π റേഡിയൻ എന്ന് കിട്ടും. പിന്നെ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ഹവർ. അതായത് ഈ ഒരു സിംഗിൾ ഡാഷ് കൊണ്ട് നമ്മൾ മിനിറ്റ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. 2 ഡാഷിൽ നമ്മൾ സെക്കൻഡ്സിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. സോ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ഹവർ വിച്ച് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. സോ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഓക്കെ, ഡൗട്ടോ കൺഫ്യൂഷനോ ഒന്നുമില്ലല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാൻ അതിനെക്കുറിച്ചിട്ട് ഈ 360 ഡിഗ്രി 2π റേഡിയൻ എങ്ങനെ വന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങളൊരു സർക്കിൾ എടുത്താൽ ഞാൻ ഈ പോയിന്റിൽ നിന്നിറങ്ങി ഞാൻ ഇങ്ങനെ മൊത്തം അങ്ങ് കറങ്ങി അങ്ങോട്ട് എത്തി എന്ന് വിചാരിക്കുക. സോ ഞാൻ കവർ ചെയ്ത ടോട്ടൽ ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ നമ്മൾക്കറിയാം ഒരു സർക്കിളിൻ്റെ ഈ മൊത്തം സർക്കംഫറൻസ് എന്ന് വെച്ചാൽ ഈ മൊത്തം ട്രാവൽ ചെയ്ത ഈ ഒരു പാത്ത്, ഇതിനെയാണ് സർക്കംഫറൻസ് എന്ന് പറയുക. അതാണ് 2πr. സോ നമ്മൾക്കറിയാം തീറ്റ എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ബൈ റേഡിയസ്. സോ ഈ ഡിസ്റ്റൻസ് ഒക്കെ എത്രയാണ്? 2πr ആണ്. സോ അത് ബൈ ആർ. സോ നമ്മൾക്ക് ആറും കട്ടായി നമ്മൾക്ക് എന്ത് കിട്ടി? തീറ്റ ഈസ് ഈക്വൽ ടു 2π എന്ന് കിട്ടി. സോ അങ്ങനെയാണ് 360 ഡിഗ്രി 2π റേഡിയൻ എന്നുള്ള റിലേഷൻ നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ടോ കൺഫ്യൂഷനോ ഒന്നുമില്ലല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലോട്ട് കിടക്കാം. അതായത് 360 ഡിഗ്രി 2π റേഡിയൻ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. സോ അത് കട്ട് ചെയ്ത, അതായത് 2π 2ഉം 360 നമ്മൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 1s are and 2 180s are. സോ ഇതിന്ന് നമുക്ക് 180 ഈസ് ഈക്വൽ ടു π റേഡിയൻ എന്നുള്ള ഒരു റിലേഷനും കൂടി നമുക്ക് കിട്ടി. സോ ഓക്കെ, സോ 1 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാണ്? π ബൈ 180 ആണ്. അതെങ്ങനെയാണ് കിട്ടിയേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10 പെന്നിന് 100 രൂപയാണ് എന്ന് വിചാരിക്കുക. സോ ഒരു പെന്നിന് എത്രയാണ്? 10 രൂപയാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 100/10. സോ 10 റുപ്പീസ്. അതേപോലെ തന്നെ 180 ഡിഗ്രി എന്ന് വെച്ചാൽ π റേഡിയൻ ആണ്. സോ 1 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാണ്? π ബൈ 180 ആണ്. ഓക്കെ, ഇത് നമ്മൾ ഡിഗ്രി ടു റേഡിയൻ നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്ഫുള്ളാണ് ഈ ഫോർമുല. അതായത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π ബൈ 180 റേഡിയൻ എന്നുള്ളത്. ഓക്കെ, സോ π റേഡിയൻ എന്ന് വെച്ചാൽ 180 ആണ്. സോ 1 റേഡിയൻ ചോദിച്ചാൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 180 ഡിവൈഡഡ് ബൈ പൈൻ്റെ വാല്യൂ ആണ് π ഈസ് ഈക്വൽ ടു 3.14. സോ അത് ബൈ 3.14 ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 57 ഡിഗ്രി വരുന്നതായിരിക്കും. സോ അത് ജസ്റ്റ് അറിഞ്ഞു വെക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, 1 ഡിഗ്രി അതായത് 360 ഡിഗ്രി എന്ന് വെച്ചാലാണ് 2π റേഡിയൻ. സോ 1 ഡിഗ്രി എന്ന് വെച്ചാൽ 2π/360 അല്ലെങ്കിൽ π/180 എന്നാണ്. സോ നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. 1 ഡിഗ്രി എന്ന് വെച്ചാൽ π/180 ആണ്. സോ ഡിഗ്രി എത്രയാണോ നമ്മൾക്ക് തന്നത് അത് ഇൻറ്റു π/180 ചെയ്താൽ നമ്മൾക്ക് ആ ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ 2 ഡിഗ്രിയിലോട്ട് π/180 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് 2 ഡിഗ്രി ഇൻ റേഡിയൻ നമ്മൾക്ക് കിട്ടും. സോ അതാണ് 2 ഇൻറ്റു π/180 വിച്ച് ഈസ് ഈക്വൽ ടു π/90 റേഡിയൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 90 ഡിഗ്രീനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് റേഡിയൻ നമ്മൾ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 90 ഇൻറ്റു π/180 ചെയ്യാം. അത് 90 1s are
90 and 92s are 180. So 90 degree in terms of radian നമ്മൾ ചെയ്താൽ π/2 റേഡിയൻ ആണ് നമ്മൾക്ക് കിട്ടുക. ഓക്കെ, സോ അത് വേണമെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്ത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ഞാൻ പൈ റേഡിയനാ എന്ന് പറഞ്ഞു. സോ ഞാൻ 180 ഡിഗ്രീനെ പകുതി ചെയ്താൽ 90 ആയി. സോ പൈ റേഡിയനെയും പകുതി ചെയ്താൽ π/2 ആയി. സോ 90 ഡിഗ്രി എന്ന് വെച്ചാൽ π/2 റേഡിയൻ ആണ് എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ ഈ π/2നെ 2 ഇങ്ങോട്ട് 90 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 90 × 2 180 വിച്ച് ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ എന്നുള്ള റിലേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. 45 ഡിഗ്രി നിങ്ങൾ ചെയ്താൽ ഇത് 30 ഡിഗ്രി നിങ്ങൾ ചെയ്താൽ 30 × π/180, 30 1s are 30 and 36 are 180. സോ π/6 റേഡിയൻ ആണ് 30 ഡിഗ്രി എന്നുള്ളതും കിട്ടുന്നതായിരിക്കും. സോ 60 ഡിഗ്രി നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ 60 × π/180, 60 1s are and 63s are, അല്ലെങ്കിൽ 0 0 കട്ട് ചെയ്യുക, 6 1 6 and 6 3 18. സോ π/3 ആണ് 60 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ചില വാല്യൂകൾ 360, 180, 90 ആൻഡ് 45 ഡിഗ്രി ഇതാണ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഫിസിക്സിൽ. ഇത് SHM, വേവ്സ്, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും, അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ, എല്ലാത്തിലും ഈ വാല്യൂസൊക്കെ സ്ട്രെയിറ്റ് ലൈനിൽ അത്ര യൂസ് ആകാറില്ല, പക്ഷെ പ്ലെയിനിൽ ഈ വാല്യൂസ് നല്ലോണം യൂസ് ആവുന്നതായിരിക്കും. സോ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് 360 ഡിഗ്രി 2 പൈ റേഡിയൻ ആണ് ആൻഡ് 180 ഡിഗ്രി പൈ റേഡിയൻ ആണ് എന്ന് അറിഞ്ഞാൽ 90 ഡിഗ്രി 90 × π/180 ചെയ്താൽ π/2 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കുറേ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയാവുക ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 180 ഡിഗ്രി എത്രയാണ് ഇൻ റേഡിയൻ ചോദിച്ചാൽ 120 ഡിഗ്രി 120 × π/180, 6 0 0 ക്യാൻസൽ ആവും, 6 2s are 12 and 6 3s are 180. സോ 2 π/3 ആണ് ഉത്തരം. സോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നെക്സ്റ്റ് 270 ഡിഗ്രി 270 × π/180 ചെയ്താൽ മതി. സോ 0 0 ക്യാൻസൽ ആവും. സോ 9 3s are 27 and 9 2s are 18. സോ 3 π/2 ആണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 135 ഡിഗ്രി നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 135 അത് ഡിഗ്രീനെ റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അത് നിങ്ങൾ 45 3s are, സോ 45 3s are 135 and 45 4s are 180. ഇല്ലെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്ത് നോക്കാം. 5 45s are, അതായത് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 3 π/4 ആണ് ഉത്തരം എന്നുള്ളത്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 330 ഡിഗ്രി നിങ്ങളൊക്കെ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 330 × π/180 ചെയ്യാം. 0 0 ക്യാൻസൽ ആവും. സോ 3 11s are 33 and 3 6 are 18. സോ 11 π/6 കിട്ടും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഹോം വർക്ക്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. 36 ഡിഗ്രി 315 ഡിഗ്രി 780 ഡിഗ്രി 450 ഡിഗ്രി ആൻഡ് 15 ഡിഗ്രി. സോ എങ്ങനെയാണ് ഒരു ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് ഡിഗ്രീനെ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് റേഡിയൻ കിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഡിഗ്രീനെ റേഡിയനിലോട്ട് മാറ്റാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി അടുത്തത് റേഡിയനെ എങ്ങനെ ഡിഗ്രിയിലോട്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ വേണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു 5 minutes ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ബാക്കി നോക്കാവുന്നതാണ്. അതായത് ഞാൻ വലിയ ടോപ്പിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ.
ഇനിയാണ് നെക്സ്റ്റ് ടോപ്പിക്, അതായത് റേഡിയൻ ടു ഡിഗ്രിയിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ നമ്മൾക്കറിയാം പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി, അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ, അതായത് 360 ഡിഗ്രിയാണ് 2 പൈ റേഡിയൻ. സോ 1 റേഡിയൻ എന്ന് വെച്ചാൽ 360/2 പൈ, അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ. സോ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π എന്ന് മനസ്സിലാവും. സോ റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു പൈ 180/π ചെയ്താൽ മതി. സോ 2 റേഡിയൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 180/π. സോ 4π/3 റേഡിയനെ നമ്മൾക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് റേഡിയനെ ഡിഗ്രിയിലോട്ട് എന്ന് വെച്ചാൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4π/3 ഇൻറ്റു 180/π ചെയ്താൽ, ചെയ്ത് നോക്കിയേ നിങ്ങൾ, 4π/3 ഇൻറ്റു 180/π, പൈയും പൈയും ക്യാൻസൽ, 3 1s are and 3 60s are 180. സോ 60 ഇൻറ്റു 4 240 ഡിഗ്രി ആയിരിക്കും ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പൈ ഇല്ലല്ലോ, അതായത് 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെയാണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് റേഡിയൻ ആണെങ്കിൽ അതിൽ പൈ ഉണ്ടാവും, ആ പൈ ക്യാൻസൽ ആവണം. സോ ആ പൈ ഡിവൈഡഡ് ബൈ പൈ വന്നാലേ മുകളിലുള്ള ഈ പൈയും ക്യാൻസൽ ആവും. സോ 180/π മൾട്ടിപ്ലൈ ചെയ്താലേ നമ്മൾക്ക് റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറ്റൂ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ, അത് എളുപ്പമാണെങ്കിൽ. ഇല്ലെങ്കിൽ പഠിച്ചു വെക്കുക, അതായത് ഡിഗ്രി ആണെങ്കിൽ ഇൻറ്റു π/180 മൾട്ടിപ്ലൈ ചെയ്യണം, ആൻഡ് റേഡിയൻ്റെ ഡിഗ്രിയിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതുമാണ്. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. 5π/6 റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 5π/6 ഇൻറ്റു 180/π ചെയ്താൽ മതി. സോ 6 1s are 6 and 6 3s are 18. സോ 30s are 180, 6 30s are. സോ പൈയും പൈയും ക്യാൻസലായി. സോ 5 ഇൻറ്റു 30 150 ആണ് ഉത്തരം. സോ 7π/3 റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ 7π/3 ഇൻറ്റു, അതായത് റേഡിയനെ ഡിഗ്രിയിൽ പൈയുടെ വാല്യൂ, അതായത് ഡിഗ്രിയിൽ ഇങ്ങനെ പൈ എന്ന് ഒന്നുമില്ല, പ്രോപ്പർ നമ്പറാണ്. സോ ആ പൈ ഡിനോമിനേറ്ററിൽ വരണം. സോ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൈ ക്യാൻസൽ, ആൻഡ് 3ഉം 180യും, അതായത് 3 60s are 180, അല്ലെങ്കിൽ 3 6 are 18, പിന്നെ ആ 0 അതേപോലെ ആഡ് ചെയ്യുക. 60s are 7 ഇൻറ്റു 60 420 ഡിഗ്രി. ഓക്കെ, സോ ഇനി കുറച്ച് ഹോംവർക്കും കൂടി തരാം. 2π/9 റേഡിയൻ ഉണ്ടാവും, റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു, അതായത് എളുപ്പമാണ്. ഓക്കെ, ഇൻറ്റു മൾട്ടിപ്ലൈ വിത്ത് ഇൻറ്റു 180/π ചെയ്താൽ മതി, എന്നിട്ട് കട്ട് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അതായത് 2π/9 ഇൻറ്റു പൈ താഴെ വരണം, കാരണം റേഡിയൻ ആണ്, ഡിഗ്രിയിലോട്ട് മാറ്റേണ്ടതാണ്. സോ ഡിഗ്രിയിൽ പൈ ഇല്ല. സോ പൈ ക്യാൻസൽ, 9 20s are 180. സോ 2 ഇൻറ്റു 20 40 ഡിഗ്രിയാണ് ആൻസർ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടേതും ഫാസ്റ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 5π/3 റേഡിയനെ മിനിറ്റിലോട്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളോട്, അതായത് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ഹവർ വിച്ച് ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് എന്ന്. സോ ഡിഗ്രിയിലാണ് നമ്മൾക്ക് മിനിറ്റായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ആദ്യം റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 5π/3 ഇൻറ്റു 180/π ചെയ്താൽ നമ്മൾക്ക് ഡിഗ്രിയിലോട്ട് മാറ്റാൻ പറ്റും. ഡിഗ്രി എന്നാണ്, അതായത് 1 ഡിഗ്രിയാണ് 60 മിനിറ്റിലോട്ടുള്ളത്. സോ 5π/3 ആദ്യം നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൈയും ക്യാൻസലായി, 3 60s are 180 ആയി, 3ഉം 18ഉം ക്യാൻസലാവും, 6 ആയിട്ട്. സോ 180 ആയതുകൊണ്ട്
60 ക്യാൻസൽ ആവും. സോ 5 into 60 300 ഡിഗ്രി. സോ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. സോ 300 ഡിഗ്രി എന്ന് വെച്ചാൽ അതായത് ഒരു പേനയ്ക്ക് 60 രൂപ. സോ 300 പേനയ്ക്ക് 300 ഇൻറ്റു 60. സോ 1 ഡിഗ്രി 60 മിനിറ്റ്. സോ 300 ഡിഗ്രി 300 ഇൻറ്റു 60 മിനിറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 18,000 മിനിറ്റ്സ്. ഇനി 1 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. സോ 18,000 മിനിറ്റ് ഈസ് ഈക്വൽ ടു 18,000 ഇൻറ്റു 60. സോ അത് നിങ്ങൾ ചെയ്താൽ 108,0000 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 300 ഡിഗ്രി ഈസ് ഈക്വൽ ടു 18,000 മിനിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 108,0000 സെക്കൻഡ്സ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റേഡിയനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ബട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇവിടെ. അതായത് ഞാനിവിടെ മുകളിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഒറ്റ സെക്കൻഡ് ഞാനത് കാണിച്ചു തരാം. അതായത് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് മിനിറ്റിനെ തന്നെ, അതായത് റേഡിയനിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മിനിറ്റിന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡിഗ്രീനെ നിങ്ങൾ മിനിറ്റും മിനിറ്റിനെ നിങ്ങൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ റേഡിയൻ തന്നാൽ ആദ്യം റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ടാണ് ആ ഡിഗ്രിയിൽ നിന്ന് നമ്മൾ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ ഈ PDF ഞാൻ ആൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ PDF കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. അതിൽ എൻ്റെ ഈ റൈറ്റിങ്സ് ഒന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ടുള്ളത് തന്നെയായിരിക്കും നിങ്ങൾക്ക് PDF കിട്ടുക. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. സോ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആർ ഡിഫൈൻഡ് ഫോർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഓൺലി. അതായത് റൈറ്റ് ആംഗിൾ മിനിമം ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടായാലേ നമ്മൾക്ക് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ ഒരു ട്രയാങ്കിളിന് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ സപ്പോസ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് വിചാരിക്കൂ. സോ ആ ട്രയാങ്കിളിൻ്റെ ഇതാണ് 90 ഡിഗ്രി. സോ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുക. സോ രണ്ടാമത്തെ ട്രയാങ്കിളിലും അതുപോലെ തന്നെയാണ്. സോ ഇതിൽ നമ്മൾ തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആണ് തീറ്റ എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ആംഗിളിൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ. സോ ഇതാണ് ആംഗിൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാവും തീറ്റയുടെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് പി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് പെർപെൻഡിക്കുലർ. തീറ്റയുടെ അഡ്ജസെൻ്റ്, അതായത് തീറ്റയുടെ അടുത്ത് ഉള്ള ആംഗിളിനെയാണ് ബേസ് എന്ന് പറയുക. സോ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ആംഗിളിനെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, സോ ഇനിയാണ് ചില വാല്യൂസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് ഓഫ് ദിസ് ആംഗിൾ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൻഡ് ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് ടാൻ തീറ്റ. സോ P/B ആണ് ടാൻ തീറ്റ. സോ കൊസീക് തീറ്റ എന്ന് വെച്ചാൽ 1/sin തീറ്റയാണ് കൊസീക് തീറ്റ. ഓക്കെ, 1/sin തീറ്റയാണ് കൊസീക് തീറ്റ. സീക് തീറ്റ എന്ന് വെച്ചാൽ 1/cos തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് വെച്ചാൽ 1/tan തീറ്റയാണ്. ഓക്കെ, ടാൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ ബൈ കോസ് ആണ് ടാൻ. ഓക്കെ, കോട്ട് എന്ന് വെച്ചാൽ 1/tan ആണ് കോട്ട്. അതായത് 1/sin തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. 1/sin തീറ്റ ബൈ കോസ് തീറ്റ, ഇതാണ് കോട്ട് തീറ്റ. സോ അതെന്തായി മാറും? ഈ 1/sin ബൈ കോസ് ഉള്ള കോസ് മുകളിൽ പോവും. സോ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നാണ് കോട്ട് തീറ്റ വരിക.
ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. സോ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തഗോറസ് തിയറത്തിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചു. പൈത്തഗോറസ് തിയറം ഈസ് ഓൺലി ഡിഫൈൻഡ് ഫോർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. സോ പൈത്തഗോറസ് തിയറം എന്താ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയർസ് ആണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിന് ഈക്വൽ. അതായത് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്നുള്ളതാണ് പൈത്തഗോറസ് തിയറം ഉള്ളത്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളാണ്. ഞാൻ അടുത്തതായി ഈ ട്രയാങ്കിൾ പറയുന്നതാണ്. സോ ഇതിൽ നമ്മൾ ഈ തിയറി പൈത്തഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്താൽ പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലറും ബേസും സൈഡിൻ്റെ സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന് ഈക്വൽ. സോ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. So h square is equal to 9 plus 16 which is equal to 25. So h is equal to root 25 which is equal to 5. So ഈ ഒരു ട്രയാങ്കിളിൽ അതിനെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് ഇതറിയില്ല. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആണ് എച്ച് സ്ക്വയർ വരിക. സോ 144 പ്ലസ് 25 ആണ് എച്ച് സ്ക്വയർ, 169. 13 ഇൻറ്റു 13 ആണ് 169. സോ എച്ച് എന്താണ്, റൂട്ട് 169 വിച്ച് ഈസ് ഈക്വൽ ടു 13 എന്നാണ് നമ്മൾക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് പൈത്തഗോറസ് തിയറം. ഇറ്റ് ഈസ് ഓൺലി അപ്ലൈഡ് ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പിന്നീട് നമ്മൾക്കിപ്പോൾ എച്ചും ബേസും തന്നാൽ നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ പി എന്ന് ചോദിച്ചാൽ മൈനസ് ചെയ്താൽ മതി. അതായത് നമ്മൾക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിച്ചോളൂ. സോ ബി സ്ക്വയർ എന്താണ്, എച്ച് സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആണ് ബി സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതാണ് ഈ ട്രയാങ്കിളാണ് ഏറ്റവും ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടാണ് ഏറ്റവും ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അതായത് ബേസ് 4ഉം പിന്നെ ഓപ്പോസിറ്റ് സൈഡ് 3ഉം, അല്ലെങ്കിൽ വൈസ് വെർസ, അതായത് 3 ബേസും 4 ഓപ്പോസിറ്റ് സൈഡും വന്നെങ്കിലും ഈ ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കും. സോ 5ഉം 12ഉം കൂടി 2 സൈഡ്സ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 13 ആയിരിക്കും എന്നുള്ളത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അത് കുറേ ക്വസ്റ്റ്യൻസിൽ ഇനി അത് വരുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ വാല്യൂസ് കുറേ പഠിച്ചു. അതായത് സൈൻ തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ എന്താണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സോ പൈത്തഗോറസ് തിയറം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ നേരത്തെ സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ മുകളിലുള്ള സ്ലൈഡിൽ. സോ ഇഫ് യു സീ, ജസ്റ്റ് എ സെക്കൻഡ്, ഇവിടെ ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ നമ്മൾ വാല്യൂ ഓഫ് സൈൻ തീറ്റ, കോസ് തീറ്റ ഒക്കെ പഠിച്ചായിരുന്നു. സൈൻ തീറ്റ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ, അതായത് പി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ബി ബൈ എച്ച്. ആൻഡ് ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്, അതായത് പെർപെൻഡിക്കുലർ ബൈ അഡ്ജസൻറ്റ് സൈഡ്, ബേസ് ആണ് എന്നും കൂടി നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇനി നമ്മൾ ഈ തീറ്റയുടെ വാല്യൂ കൊടുത്താണ് നോക്കാൻ പോകുന്നത്. അതായത് തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്ന വാല്യൂ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ ചില ഫേമസ് ആംഗിൾസ് നമ്മൾക്ക് പഠിക്കാം. സോ അതിന് നിങ്ങൾ 2 ട്രയാങ്കിളാണ് പഠിക്കേണ്ടത്. സോ ഇതാണ് ഒരു ട്രയാങ്കിൾ. സോ ഈ ട്രയാങ്കിളിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇത് 35 ആണ്, ഒരു സൈഡ് 37 ഡിഗ്രി ആണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് 90 ഡിഗ്രി ആണ്.
സോ നമ്മൾക്കറിയാം ടോട്ടൽ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ അതായത് സം ഓഫ് ത്രീ ആംഗിൾസ്, സം എന്ന് വെച്ചാൽ അഡീഷൻ ആണ്, SUM ആണ് സം. സോ സമ്മേഷൻ ഓഫ് ഓൾ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. സോ ഒരു ആംഗിൾ 37 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരു ആംഗിൾ 53 ആയിരിക്കും. സോ 37 നമ്മൾ നോക്കിയാൽ 37ൻ്റെ ഓപ്പോസിറ്റുള്ള ഇത് സൈഡ് 3 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. സോ പൈത്തഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി 5 ആയിരിക്കും. സോ ഇതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിൾ ഇങ്ങനെ തന്നെയാണ്, അതായത് അതിൻ്റെ ഒരു ആംഗിൾ 37ഉം അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 3 ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് 4 ആൻഡ് മറ്റേ ഹൈപ്പോട്ടന്യൂസ് 5. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്. സോ നമ്മൾ സൈൻ 37 നമ്മൾ നോക്കിയാൽ സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സോ 3/5. കോസ് എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5 ആൻഡ് ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു 3/4. സോ നമ്മൾ 53 ഡിഗ്രിയിലോട്ട് തന്നെ ഇതേ ട്രയാങ്കിൾ നമ്മൾ നോക്കിയാൽ ഇതാണ് 53 ഡിഗ്രി. ഈ ട്രയാങ്കിൾ നോക്കിയാൽ ഇതാണ് 53 ഡിഗ്രി. സോ ഇത് 37 ഡിഗ്രിയാണ്. സോ ആസ് വി സ്റ്റഡീഡ് 37ൻ്റെ ഓപ്പോസിറ്റ് 3ൻ്റെ ഓപ്പോസിറ്റ് 3, അഡ്ജസൻറ്റ് സൈഡ് 4 ആൻഡ് ഇത് 5. സോ നമ്മൾ സൈൻ 53 എന്ന് വെച്ചാൽ സൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈനിൻ്റെ 53ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? 4 ആണ്. സോ 4/5. കോസിൻ്റെ അതായത് കോസ് 53, കോസ് എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 3/5 ആൻഡ് ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് ഓപ്പോസിറ്റ് ആണ് 4, അഡ്ജസൻറ്റ് എന്ന് വെച്ചാൽ അടുത്തുള്ള സൈഡ്, ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത സൈഡ് അതാണ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 4/3. ഓക്കെ, ഒക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടൊന്നും വരാൻ അത്ര ഹെവി ടോപ്പിക് അല്ല ഇത് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമ്മളിപ്പോൾ 37 ആൻഡ് 53 ഡിഗ്രിനെ കുറിച്ചിട്ടാണ് ഫുള്ള് സംസാരിച്ചത്. ഇനി നമ്മൾ വേറെ ചില ആംഗിൾസിലോട്ടും നമ്മൾക്ക് കടക്കാം. ഇതാണ് വാല്യൂസ് ഓഫ്, ഒരു സെക്കൻഡ്.
ഓക്കെ, നമ്മളിപ്പോൾ 57 നമ്മളിപ്പോൾ 53 ഡിഗ്രി ആൻഡ് 37 ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സൈനും കോസിൻ്റെയും വാല്യൂസൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സൈൻ 0, 30, 45 ആൻഡ് 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രിയുടെ വാല്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ 45 ഡിഗ്രിക്കും ഒരു ട്രയാങ്കിൾ ഉണ്ട്, 60 ഡിഗ്രിക്കും ഒരു ട്രയാങ്കിൾ. സോ ആ ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്കൊക്കെ കിട്ടുന്നതായിരിക്കും. സോ ആ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് 45 ഡിഗ്രിയുടെ ട്രയാങ്കിൾ. സോ ഇതാണ് 45 ഡിഗ്രി. ഇതാണ് 45. സോ ഇതും കൂടി 45 ആവും, കാരണം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം 90 ഡിഗ്രിയാണ്. സോ ഇത് 90 ആണ്. പൈത്തഗോറസ് തിയറം ഡിഫൈൻഡ് ആയിട്ടുള്ളത് തന്നെ ഒരു റൈറ്റ് ആംഗിളിനാണ്. സോ ഇതാണ് 90 ഡിഗ്രി. സോ ഇതാണ് 30 ഡിഗ്രി. സോ ടോട്ടൽ 180 ആണ്. സോ ഇത് എത്ര വരും? 90 + 30 120 ആണ്. സോ ഇത് ബാക്കി 60 വരും. സോ 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2, 45യുടെ ഓപ്പോസിറ്റ് 1, പിന്നെ 45ൻ്റെ ഓപ്പോസിറ്റ് 1. സോ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റും ചെയ്യാം പൈത്തഗോറസ് തിയറം വെച്ചിട്ട്. √ ഇത് സ്ക്വയർ പ്ലസ്, അതായത് 1² + 1² = ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. സോ 1² 1, ഇതിൻ്റെ 1² 1. സോ 1² + 1² = ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. സോ ഹൈപ്പോട്ടന്യൂസ് √2 എന്ന് വരും. പിന്നെ ഇത് നിങ്ങൾക്ക് അതേപോലെ തന്നെ √3² + 1², √3ൻ്റെ സ്ക്വയർ + 1² ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. √3 × √3 3 + 1 = h². സോ h √4 = 2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഈ 2 ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ അത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒക്കെ കിട്ടും. നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു ആംഗിൾ നിങ്ങൾ നോക്കിയാൽ sin 30 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. സോ sin 30 1/2 sin 30 നോക്കിയാൽ sin 30 1/2. സോ sin 30 1/2 എന്ന് കിട്ടി. നിങ്ങൾക്കത് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാം. സോ ഈ ആംഗിളിൽ തന്നെ sin 60 നമ്മൾ നോക്കിയാൽ, സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, 60യുടെ ഓപ്പോസിറ്റ് ആണ് √3. സോ sin 60 √3/2. സോ അത് നിങ്ങൾ നോക്കിയാൽ sin 60 √3/2. ഇനി cos 30 എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് = √3/2. സോ അങ്ങനെ നിങ്ങൾ വാല്യൂസ് നോക്കിയാൽ ഇതാണ് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുക. സോ 90 വരെയുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു. ഇതിൽ ഈ ട്രയാങ്കിൾ 2 കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ 90യുടെ അപ്പുറത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇതൊരു മിററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ ഒരു മിററിനെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മിററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് 60യും 120യും വരിക. സോ 60യുടെ വാല്യൂസാണ് 120യിലേക്ക് വരാം. സോ ഇത് നിങ്ങളിങ്ങനെ തന്നെ തിരിച്ചെഴുതിയാൽ മതി. 1/0 1/2 1/√2 ആൻഡ് √3/2 ആണ് ആംഗിൾസ് വരിക. സോ ഇത് തന്നെ നമ്മൾ ഇങ്ങോട്ട് എഴുതിയാൽ തിരിച്ചെഴുതാം. √3/2 ഫസ്റ്റ് എഴുതാം, പിന്നെ 1/√2 ഇവിടെ എഴുതാം. സോ 1/2 ഇവിടെ എഴുതാം, 0 ഇവിടെ എഴുതാം. ഇതേപോലെ തന്നെയാണ് എല്ലാത്തിനും വരിക. കോസിനും ഇതേപോലെ തന്നെയാണ് വരിക. 1 √3/2 1/2 1/√2 ആൻഡ് 1/2 ആൻഡ് 0. സോ 0 കഴിഞ്ഞിട്ടുള്ളത് 1/2 ഇങ്ങോട്ട് എഴുതാം, 1/√2 ഇങ്ങോട്ടും, √3/2 ഇങ്ങോട്ടും, 1 ഇങ്ങോട്ടും എഴുതാം. സോ കോസിൻ്റെ വാല്യൂ, കോസും ടാനിൻ്റെയും വാല്യൂ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് ടാൻ തീറ്റ എന്ന് വെച്ചാൽ സൈൻ ബൈ കോസ് ആണ്. കോസ് 120 ഡിഗ്രിയിൽ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. സോ അത് നെഗറ്റീവാണ്, കാരണം
ASTC റൂൾ നിങ്ങൾ പഠിച്ചതാണ്. ഞാനത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അതും പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഈ വാല്യൂസ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും, ഞാൻ ബേസിക് എന്ന് തന്നെ. സോ നമ്മൾ ഈ ട്രയാങ്കിൾ വെച്ച് നോക്കിയാൽ നമ്മൾക്ക് ഈ 90 വരെയുള്ള ആംഗിളൊക്കെ കിട്ടും. സോ 90യുടെ അങ്ങോട്ട് 120, അതായത് ഒക്കെ 45 ഡിഗ്രി ആഡ് ചെയ്താൽ മതി. അതായത് 90 പ്ലസ് 30, 120 പ്ലസ്, അതായത് ഇതൊക്കെയാണ് ആംഗിൾ 0, 30 ഡിഗ്രി, 45 ഡിഗ്രി. അതായത് 90യുടെ ഇങ്ങോട്ടും 30, 90യുടെ അങ്ങോട്ടും 30 ആഡ് ചെയ്താൽ പിന്നീട് നമ്മൾ തിരിച്ചെഴുതിയാൽ മതി. √3/2, 1/√2, 1/2 ആൻഡ് 0 എന്ന് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് വാല്യൂസ് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെയാണ് ഞാൻ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക്ക്. സോ ഇനി നമ്മൾ കോംപ്ലിമെൻ്ററി ആംഗിൾസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ 2 ആംഗിൾ ഉണ്ട് എന്ന് വിചാരിക്കുക, θ1 ആൻഡ് θ2. അപ്പോൾ സൈൻ ഓഫ്, അതായത് 37 ഡിഗ്രി ആൻഡ് 53 ഡിഗ്രി, അതായത് ഈ 2 ആംഗിളിൻ്റെ സമ്മേഷൻ 90 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, എങ്കിൽ സൈൻ 37ൻ്റെ വാല്യൂവും കോസ് 53യുടെ വാല്യൂവും സെയിം ആയിരിക്കും. അത് നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ നേരത്തെ നോക്കിയ ട്രയാങ്കിൾ സൈൻ 37ൻ്റെ വാല്യൂ 3/5 ആണ്. സോ 37 പ്ലസ് 53 ആണ് 90 വരിക. സോ അതിൻ്റെ കോസ് 53 ആണ് 3/5. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് 2 ആംഗിളിൻ്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സൈനും മറ്റേ ആംഗിളിൻ്റെ കോസിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ അത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ 30 + 60 90 ആണ്. സോ സൈൻ 30യുടെ വാല്യൂ ആയിരിക്കും കോസ് 60യുടെ വാല്യൂ. അതായത് സൈൻ 30 = കോസ് 60. അത് നിങ്ങൾ ഈ ട്രയാങ്കിളിൽ നോക്കിയാൽ സൈൻ 30 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/2. ആൻഡ് സൈൻ 60 എന്ന് നിങ്ങൾ നോക്കിയാൽ സൈൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60യുടെ ഓപ്പോസിറ്റ് √3, ഹൈപ്പോട്ടന്യൂസ് ആണ് 2. സോ അതാണ് ഈ കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരിക. അതായത് 2 ആംഗിളിൻ്റെ സമ്മേഷൻ ഇപ്പോൾ 90 ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ സൈനും കോസും വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ 45 ആഡ് ചെയ്താൽ 90 ആണ്. സോ സൈൻ 45യുടെയും കോസ് 45യുടെയും വാല്യൂ സെയിം ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ട്രയാങ്കിളിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. സൈൻ 45യുടെ വാല്യൂ എത്രയാണ്? സൈൻ 45 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വിച്ച് ഈസ് ഈക്വൽ ടു 1/√2. ആൻഡ് ഈ ആംഗിളിൻ്റെ കോസ് 45 എടുത്താൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/√2 ആണ്. സോ അത് രണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഇനിയാണ് റേഞ്ച് ഓഫ് ഗ്രാഫ്. റേഞ്ച് ഓഫ് ഗ്രാഫ് വേണമെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം, കാരണം ഇത് നല്ലോണം ഹെക്റ്റിക് ടോപ്പിക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ റേഞ്ച് ഓഫ് ഗ്രാഫ് നിങ്ങൾ പഠിക്കാം. സോ വേണമെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ, എന്നിട്ട് ഞാൻ റേഞ്ച് ആൻഡ് ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. ഓക്കെ.
ഓക്കെ, സോ നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ റേഞ്ച് ആൻഡ് ഗ്രാഫിനെ കുറിച്ച് നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ സൈൻ തീറ്റയുടെ ഗ്രാഫ് എന്ന് വെച്ചാൽ ഇതാണ് സൈൻ തീറ്റയുടെ ഗ്രാഫ്. നമ്മൾ പറഞ്ഞു സൈൻ സീറോയിൻ്റെ വാല്യൂ, നമ്മളിതിൽ പറഞ്ഞായിരുന്നു സൈൻ സീറോയിൻ്റെ വാല്യൂ 0 ആൻഡ് കോസ് സീറോയിൻ്റെ വാല്യൂ ആണ് 1 എന്നുള്ളത്. ടാൻ എന്ന് വെച്ചാൽ സൈൻ ബൈ കോസ് ആണ്. സോ 0 ഡിവൈഡഡ് ബൈ 1 0. സോ സൈൻ 30 എന്ന് വെച്ചാൽ 1/2. കോസ് തീറ്റ കോസ് 30 എന്ന് വെച്ചാൽ √3/2. സോ സൈൻ ബൈ കോസ് 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് വെച്ചാൽ 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ 1/√3 ആണ് ടാൻ 30യുടെ വാല്യൂ. സോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സൈൻ 45 1/√2, കോസ് 45ഉം 1/√2. സോ 1/√2 ഡിവൈഡഡ് ബൈ 1/√2 എന്ന് വെച്ചാൽ 1 ആയിരിക്കും ഉത്തരം. സോ നിങ്ങൾക്ക് എല്ലാം അത് ട്രൈ ചെയ്യാവുന്നതാണ്, ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇനി നമ്മളിതിൽ നോക്കിയാൽ സൈനിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും 0 മുതൽ 1 വരെയാണ്. പിന്നെ അതിൻ്റെ റിപ്പീറ്റേഷനാണ് √3, അതായത് സെയിം 0 to 1, അതായത് 0 to 1 ആണ് 0 to 1 ആണ് സൈനിൻ്റെ മാക്സിമം വാല്യൂ. കാരണം √3 എന്ന് വെച്ചാൽ 1.7 ആണ് √3ൻ്റെ വാല്യൂ. സോ 1.7ൻ്റെ അടുത്താണ്, അതായത് √4 ആണ് 2. സോ 4നേക്കാളും കുറവാണ് √3 വരിക. ബിക്കോസ് 4ൻ്റെ റൂട്ടാണ് 2. സോ 2നേക്കാളും കുറവാണ് വരിക. സോ √3/2 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1. സോ സൈനിൻ്റെ മിനിമം വാല്യൂ, അതായത് സൈനിൻ്റെ വാല്യൂ മിനിമം വാല്യൂ -1ഉം സൈനിൻ്റെ മിനിമം വാല്യൂ -1 ആൻഡ് സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് വരിക. സോ സൈനിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to 1 ആണ്. സോ അതിനൊരു ഗ്രാഫിൽ നമ്മൾ പറഞ്ഞാൽ ഇതാണ് റേഞ്ച്, അതായത് മാക്സിമം ടു മിനിമം. സൈനിൻ്റെ മാക്സിമം വാല്യൂ 1 ആൻഡ് സൈനിൻ്റെ മിനിമം വാല്യൂ -1 ആണ്. കോസിൻ്റെ വാല്യൂ മിനിമം വാല്യൂ -1 ആൻഡ് മാക്സിമം വാല്യൂ 1. ടാനിൻ്റെ വാല്യൂ -∞ മുതൽ +∞ വരെ ആയിരിക്കും ടാനിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഈ വാല്യൂസ് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഗ്രാഫ് വരിക. അതായത് സൈൻ 0, നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. സൈൻ 0 0, സൈൻ 180യുടെ വാല്യൂം 0. ഇതാണ് സൈനിൻ്റെ ഗ്രാഫ് വിത്ത് തീറ്റ. ഇനി കോസിൻ്റെ വേരിയേഷൻ വിത്ത് തീറ്റ എന്ന് വെച്ചാൽ കോസ് 0, ഇതാണ് 0. കോസ് 0ൻ്റെ വാല്യൂ ആണ് 1 ആൻഡ് കോസ് 0ൻ്റെ വാല്യൂ ആണ് 1 ആൻഡ് കോസ് 90യുടെ വാല്യൂ ആണ് 0. സോ കോസ് 180യുടെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും -1 ആൻഡ് കോസ് 270 0. ഇതാണ് കോസിൻ്റെ ഗ്രാഫ്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വരച്ചാൽ മതി. ഇതാണ് സൈനിൻ്റെ ഗ്രാഫ്. സോ ഇത് 90 ആണ് ആഡ് ചെയ്യുക. 0 + 90 90, 90 + 90 180. സോ നിങ്ങളൊരു ഗ്രാഫ് വെച്ച് ഇതാണ് 0, ഇതാണ് 90, ഇതാണ് 180, ഇതാണ് 270, ഇതാണ് 360. 360 കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സോ സൈൻ 360 0 തന്നെയാണ് വരിക. ഇനി കോസിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ചാൽ ഇതാണ് കോസിൻ്റെ ഗ്രാഫ്. സോ കോസ് 0 1, 0 90 ആഡ് ചെയ്യുക. കോസ് 90 1, ഇതാണ് 270 വരിക. ഇവിടെ കോസ് 270 -1, ഇത് -1 ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. ഇതാണ് ഈ ഗ്രാഫിൽ നോക്കിയാൽ. സോ കോസ് 180 -1. സോ കോസ് 270 പിന്നെയും 0. സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി. സോ ഇതാണ് 0. കോസ് 0 90 ആഡ് ചെയ്യാം. 90 ആഡ് ചെയ്താൽ 270 ആയി. പിന്നെ 360. സോ കോസ് 0 1, കോസ് 90 0, കോസ് 180 -1 ആൻഡ് കോസ് 270 പിന്നെയും 0. പിന്നെ കോസ് 360 പിന്നെയും 0യുടെ അതേ വാല്യൂ ആണ് 360 എത്തുമ്പോൾ. അതായത് 360 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയി. സോ പിന്നീട് ഫസ്റ്റ് നിന്ന് വേറൊരു സർക്കിൾ സ്റ്റാർട്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ അത് പിന്നെയും +1 ആയി മാറി. സോ ഇങ്ങനെയാണ് ഇത് പോവുക, ഈ ഒരു സർക്കിൾ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞു
സൈനിൻ്റെ വാല്യൂ -1 മുതൽ 1 വരെയാണ് പോവുക. സോ അതായത് 2, 3 ഇതൊന്നും സൈനിൻ്റെ വാല്യൂ വരില്ല. കോസിൻ്റെ വാല്യൂ അതേപോലെ തന്നെയാണ്. 1, 2 -1 to 1 ആണ് വരിക. അതിൻ്റെക്കാളും മുകളിലൊന്നും കോസിൻ്റെ വാല്യൂവും വരില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് എ സൈൻ തീറ്റ. സോ ഞാൻ പറഞ്ഞു സൈൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരാവുന്നതാണ്. -1 മുതൽ 1 വരെയാണ് സൈനിൻ്റെ വാല്യൂ ഉള്ളത്. സോ ഇതിലേതാണ് പോസിബിൾ? 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇത് പോസിബിൾ അല്ല. സോ √2ൻ്റെ വാല്യൂ 1.414 ആണ്. സോ ഇതും പോസിബിൾ അല്ല. സോ √5 എന്ന് വെച്ചാൽ √4 എന്ന് വെച്ചാലാണ് 2. സോ 5ൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയൊരു വാല്യൂ ആണ്. അതായത് 2വിനേക്കാളും വലിയ വാല്യൂ ആണ്. സോ ഇപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ തന്നെ 1നേക്കാളും വലിയ വാല്യൂ ആണ് വരിക. 1 പോയിൻറ്റ് സംതിങ് ആ വരിക. സോ ഇതും പോസിബിൾ അല്ല. സോ 1 ഡിവൈഡഡ് ബൈ √5 എന്ന് വെച്ചാൽ 1/√5ൻ്റെ വാല്യൂ 2 പോയിൻറ്റ് സംതിങ് ആ വരിക. സോ 1/2.5 ഈസ് ലെസ് ദാൻ 1. സോ സൈൻ്റെ വാല്യൂ -1 മുതൽ ഈക്വൽ ടു 1 വരെയാണ്. ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണ് വരിക. സോ 1/√5 ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഉത്തരം. ഓക്കെ. സോ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. സോ ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. സോ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവേണ്ടതാണ്. കാരണം ഇതൊക്കെ 9ാം ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നതാണ്. സോ ഇന്നത്തേക്ക് ഇത്ര മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പാനിക് ആവേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാവുക. ആക്ച്വലി ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നോക്കാം. വീഡിയോ ഒക്കെ മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ അത്രയും ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിപ്പിച്ചതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി മീറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.